ഹായ് ഹലോ നമസ്തേ. അപ്പം ഇന്ന് ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ രാവിലെ തന്നെ ഇത് കുളിച്ചു, ഡ്രസ്സൊക്കെ മാറി വേഗം തന്നെ റെഡിയായി. ഞങ്ങളുടെ പള്ളിയിലെ മൂറാം കൂടാശയാണ്. അപ്പം ഞാനും നൈനോച്ചാനും കൂടി പോവാണ്. അപ്പോൾ ഇത് ഞങ്ങൾ എല്ലാം പാക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് പോവാണ്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ പോകുന്നു കേട്ടോ, ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും. അപ്പോൾ ഞങ്ങൾ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് അലവിലുള്ള ഗ്രാൻഡിനാണ് കഴിച്ചത്. ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് ഇവിടുത്തെ ഫുഡ്, ഭയങ്കര ഒത്തന്റിക് ആയിട്ടുള്ള ഫുഡാണ്. വർഷങ്ങളായിട്ടുള്ള ഒരു കടയാണിത്. അതുകൊണ്ട് ഞാൻ കൂടുതലും ഇൻസ്റ്റഗ്രാമിൽ കൂടെയാണ് ആക്ച്വലി ഞാൻ ഈ കട അറിയുന്നത്. പിന്നെ ഞങ്ങൾ ഇവിടെ സ്ഥിരം കസ്റ്റമേഴ്സായി. അങ്ങനെ രാവിലെ ചായയും നൂൽപുട്ടും ബീഫ് റോസ്റ്റും ഗ്രേവിയും, അതേപോലെ ഞാൻ രാവിലെ പൊറോട്ടയാണ് കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വർക്കിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാണ്ട്. നിങ്ങൾക്ക് അറിയാലോ, ഞാനൊരു ഫ്രീലാൻസർ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അപ്പം അതിന്റെ കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹൈ റേഞ്ചിലായതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വാള് വെച്ചു. ഞങ്ങൾ രണ്ടും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ പോവാണ്. ആക്ച്വലി അതങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ചെറുതായിട്ട് വാളൊക്കെ വെച്ചത്. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നാളത്തേക്കുള്ള ഡ്രസ്സിന് ഷോളില്ല. ആക്ച്വലി ഞാനത് വാങ്ങിച്ചപ്പോൾ ഷോൾ വാങ്ങിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ അതിനൊരു ഷോൾ നെറ്റ് അതേ ഏകദേശം മാച്ചുള്ളൊരു കളർ വാങ്ങാൻ വേണ്ടിയിട്ട് രാജക്കാട് തകിടിയിൽ കയറി. നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം പറയാൻ വയ്യ, ഞാൻ കുറേ നാൾ മുഴുവൻ ഇത്രയും നല്ല കസ്റ്റമർ സർവീസ് ആൾക്കാരിൽ കാണുന്നത് ഒന്നായിരുന്നു. അന്ന് എല്ലാവരും സെറ്റ് സാരിയും കാര്യം കൊടുത്തിട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാജകുമാരിലെത്തി ഗായ്സ്. അങ്ങനെ ഞാൻ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഉറക്കത്തിലാണ്. മമ്മീനെ പിക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഒരു വൈകുന്നേരം ആയപ്പോഴാട്ടോ എത്തുന്നത് അവിടെ. ഫൈനലി ഞാൻ എൻ്റെ വീട്ടിലെത്തി ഗായ്സ്. അപ്പോൾ അതിലും വലിയ സർപ്രൈസ് ആയിരുന്നു എനിക്ക്. കാരണം വീട്ടിലെ ചെറിയ റിനോവേഷൻ വർക്കും കാര്യം നടക്കുമായിരുന്നു. ഞങ്ങൾ ചെന്ന് കയറി നല്ല പൊടിയായിരുന്നു. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ വീട്ടിലെ. അപ്പോൾ ഈ മമ്മിയും പപ്പിയും എല്ലാവരും കൂടി നൈനുമായിട്ടുള്ളൊരു കളിപ്പീരൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ താഴത്തെ വീട്ടിലോട്ട് പോയി. ഇന്നിപ്പോൾ സ്റ്റേ അവിടെയാണ്. ഇത്രയും കാലമായിട്ട് ഞാൻ ആ വീട്ടിൽ പോയിട്ട് ഇന്നുവരെ സ്റ്റേ ചെയ്തിട്ടില്ല. പോകും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകും, തിരിച്ചു വരും, അങ്ങനെയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഫുഡ് എടുക്കാൻ വേണ്ടി തിരിച്ചൊന്നോടെ ഇങ്ങോട്ട് വന്നു. പിന്നെ അവിടെ കുറേ പോത്തും 4 പോത്തുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോത്തിനെയൊക്കെ കണ്ട് കുറച്ച് പേര് അതിലെ കൂടെയൊക്കെ നടന്നു. ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഇനിയിപ്പോൾ ഒന്ന് റെഡി ആയിട്ട് വേണം നമുക്ക് പള്ളിയിലോട്ട് പോകാൻ. അപ്പോൾ ഒന്നൊന്ന് ഫ്രഷ് ആവാൻ ഓർത്ത് ഇത്ര നേരം യാത്ര ചെയ്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ഫ്രഷ് ആവാനായിട്ടുള്ള പരിപാടികളൊക്കെ നോക്കുന്നു. നൈനുവിന് പിന്നെ പപ്പയെ കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ പപ്പയുടെ പോക്കറ്റിലെ സകല പൈസ, പപ്പയുടെ എന്തൊക്കെ അതിനകത്തുണ്ടോ അതെല്ലാം എടുത്ത് പുറത്തെറിയുക. എന്നിട്ട് ഒന്നെങ്കിൽ എനിക്ക് കൊണ്ടുത്തരിക, അല്ല അപ്പൂന് കൊണ്ടുത്തരിക, അതല്ല അടുത്തിരിക്കുന്ന ആർക്കിയിലൊക്കെ കൊടുക്കുക. ആദ്യമൊക്കെ അവള് അപ്പൂൻ്റെ കൊണ്ട് കൊടുക്കുമായിരുന്നു കേട്ടോ പൈസയൊക്കെ. പിന്നെ ഞങ്ങളുടെ ഒക്കെ കയ്യിൽ ഒന്ന് തരും. അതൊരു പരിപാടിയായി. പിന്നെ എല്ലാവരും പോയി, എല്ലാവരും റെഡി ആവാനായിട്ട്. അവിടെയാണ് അവരുടെ ഡ്രസ്സൊക്കെ. അങ്ങനെ പോയി ഞങ്ങളും അപ്പം റെഡി ആവാൻ വേണ്ടിയിട്ട്.
പിന്നെ എനിക്ക് ഉറക്കവും വരുന്നുണ്ട്, നമുക്ക് പോവുകയും ചെയ്യണം. അപ്പോഴത്തേക്ക് ഞാൻ അവളുടെ മേലൊക്കെ ഒന്ന് കുളിപ്പിച്ച് ഞാനും ഫ്രഷായി പോകാനായിട്ടുള്ള പരിപാടികൾ നോക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. മമ്മിയും ഞാനും പപ്പയും അതിനും കൂടെയാണ് പോണത്. അതിന് ഓൾറെഡി നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അതിന് മാറുങ്ങളുടെ ആൾക്കാരെ റെഡിയാക്കാനും കാര്യത്തിനൊക്കെ ആയിട്ട് അനു നേരത്തെ പോയി. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഒരു 5:30 ആ ടൈമിലാട്ടോ ചെല്ലുന്നത്. നല്ല മഴയുണ്ട്, നല്ല കോടയുണ്ടായിരുന്നു. എല്ലാവരും വന്നും പോയി. ഇതാണ് നമ്മുടെ പള്ളി പുതുക്കി പണിതത്. വളരെ വേഗം എനിക്കൊന്നൊരു 7 മാസം കൊണ്ടാണ് വേഗം പള്ളി ഇത്രയും സ്പീഡിൽ പണിത് ഇങ്ങനെ എത്തിച്ചത്. ശരിക്കും ഞങ്ങളുടെ വികാരേശന്റെ ഒരു കഴിവ് തന്നെയാണ് കേട്ടോ. അതുപോലെ പുതിയ കമ്മിറ്റിക്കാരും ഭക്തസംഘടനകളും ഒക്കെ ഭയങ്കര യോജിച്ച് ഒരു എന്താ പറയാ, ഭയങ്കര നല്ലൊരു കൂട്ടായ്മയുടെ ഒരു റിസൾട്ടാണ് ഇപ്പം ഈ കാണുന്നത്. ഇതാണ് മാർഗംകളി കളിക്കുന്ന പിള്ളേർ. ഇതിലെല്ലാവരും തന്നെ നമ്മുടെ കുഞ്ഞിലെ ഓരോരോ കാണുന്നുണ്ട്. പണ്ട് നമ്മളൊക്കെ ആയിരുന്നു, ഞാനൊക്കെ ആയിരുന്നു പള്ളിയിൽ മാർഗംകളി കളിച്ചിപ്പം നമ്മളെ കെട്ടിച്ചൊക്കെ വിട്ടല്ലോ. ഇപ്പം നമ്മൾ ഗസ്റ്റിന് വേണമെങ്കിൽ പറയാം ഒരു കണക്കിന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം അതേ ഞങ്ങളെ ഫ്രണ്ട്സും കാര്യങ്ങളും ഞങ്ങൾ മേളിൽ നിന്നു. കാരണം ഭയങ്കര മഴ പെയ്യും. പിന്നെ ഞങ്ങൾ മേളിലോട്ട് പോകുന്നു. ഇത് ഞങ്ങളൊരു ടീച്ചറായിരുന്നു. ഒത്തിരി വർഷങ്ങളായിട്ടുള്ള ടീച്ചർ ഫീലിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പം അതേ നമ്മൾ കുറച്ച് വീഡിയോ ക്ലിപ്പിങ്സും കാര്യങ്ങളൊക്കെ അവിടുത്തെ എടുത്തിട്ടുണ്ട്.
അപ്പോൾ തിരുമേനിമാരും എല്ലാവരും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മുഹറം കൂദാശയാണ്. അത് കഴിഞ്ഞിട്ട് മാർഗ്ഗംകളിയുണ്ട്, ലൈറ്റ് ഷോ ഉണ്ട്, അതുപോലെ ചെണ്ടമേളത്തിൻ്റെ ഒരു പെർഫോമൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം ബാക്കി വീഡിയോസിൽ ഇതൊക്കെ ഉണ്ട്.
അപ്പോൾ ലൈറ്റ് ഷോയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് നേർച്ച സദ്യ ഉണ്ടായിരുന്നു. ചോറും ബീഫും ഒക്കെ ആയിരുന്നു നമുക്ക് നേർച്ച സദ്യയിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മമ്മിയുള്ള അപ്പോൾ ആണെങ്കിലും സജീവമായിട്ട് എല്ലാ ഭക്തി സംഘടനകളിലും പ്രവർത്തിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റഡി ആയിട്ട് നിൽക്കുന്നത്